ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവവചനം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കുമാറാട്ടെ. ഈ ദൈവവചന സന്ദേശം നിങ്ങളുടെ ആത്മീക ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്പം കൂടെ ദൈവവചനത്തോട് അടുക്കുവാൻ, ദൈവഹിതം അനുസരിച്ച് മുൻപോട്ട് പോകുവാൻ ഈ ദൈവവചന സന്ദേശം നിങ്ങൾക്ക് ഉപകാരമായി തീരട്ടെ, നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എബ്രായ ലേഖനം 13 അധ്യായത്തിൻ്റെ 14 വാക്യമാണ് നാം ഒന്നിച്ച് ചിന്തിക്കാൻ പോകുന്നത്. ഇങ്ങനെയാണ് ആ വേദഭാഗം പറയുന്നത്: ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളത് അത്രേ നാം അന്വേഷിക്കുന്നത്. നാം ഈ ലോകത്തിലേക്ക് കണ്ണോടിച്ച് നോക്കിയാൽ ഒരു സത്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ലോകത്തിൽ എത്ര സമ്പത്തുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞാലും, എത്ര വലിയ ഭവനത്തിൽ വീട്ടിൽ താമസിക്കുന്ന ആളാണെന്ന് പറഞ്ഞാലും, ഒരു ദിവസം ഇതെല്ലാം നാം ഉപേക്ഷിച്ച് ഇട്ടിട്ട് പോകേണ്ടി വരും. ഒരിക്കലും എൻ്റെ കേൾവിക്കാരെ ഭയപ്പെടുത്താനല്ല ഞാനിത് പറയുന്നത്. നാം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഒരുക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ സന്ദേശം നിങ്ങളുമായി കൈമാറുന്നത്. യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച്, ദൈവവചനത്തിൻ്റെ കൽപ്പനയായ സ്നാനം സ്വീകരിച്ച്, നിത്യതയ്ക്ക് വേണ്ടി ദൈവരാജ്യത്തിനു വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ ഭരിക്കേണ്ട ഒരു ചിന്തയാണ്: ഞാൻ ഈ ലോകത്തിൽ ശാശ്വതമായി എന്നേക്കും ജീവിക്കാൻ വേണ്ടി വന്നയാളല്ല, ഞാനൊരു താൽക്കാലിക സമയത്തേക്ക് മാത്രം ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടി വന്നയാളാണ്. അതാണ് ബൈബിൾ പറയുന്നത്. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല. ഒരുപക്ഷെ നമ്മുടെ പേരിലുള്ള വസ്തുവായിരിക്കാം, നമ്മുടെ പേരിലുള്ള വാഹനമായിരിക്കാം, നമ്മുടെ പേരിലുള്ള വീടായിരിക്കാം. പക്ഷേ ഇതൊന്നും നമ്മുടെ സ്വന്തമല്ല. നമ്മുടെ കാലം കഴിയുമ്പോൾ അടുത്ത ജനറേഷൻ അല്ലെങ്കിൽ മറ്റൊരാൾക്കിത് കൈമാറിയിട്ട് നാം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകും. എന്നാൽ ദൈവവചനം ഇതിൻ്റെ നടുവിൽ തരുന്ന ഏറ്റവും വലിയ പ്രത്യാശയുണ്ട്. മരണത്തെക്കുറിച്ച് വ്യക്തികൾ കേൾക്കുമ്പോൾ അവർക്ക് ഭയമാണ്. പക്ഷെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, ദൈവവചനത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഭയവുമില്ല. അവർക്ക് സന്തോഷമാണ്, അവർക്ക് മരണം ലാഭമാണ്. ഇവിടെ പറയുന്നു, നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ ഇങ്ങനെ കൊടുത്തിരിക്കും: ഫോർ ദിസ് വേൾഡ് ഈസ് നോട്ട് അവർ പെർമനൻറ്റ് ഹോം, വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു എ ഹോം യെറ്റ് ടു കം. അതിൻ്റെ അർത്ഥം ഇതാണ്: ഈ ലോകം നമ്മുടെ സ്ഥിര താമസത്തിനുള്ള വീടല്ല, നമ്മൾ വരുവാനുള്ളതിനു വേണ്ടി കാത്തിരിക്കുന്നവരാണ്. യോഹന്നാൻ സുവിശേഷം 14 അധ്യായത്തിൻ്റെ 1, 2, 3 വാക്യങ്ങൾ: നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. യേശു കർത്താവ് തൻ്റെ അരുമ ശിഷ്യന്മാരെ വിളിച്ച് അവരോട് പറയുകയാണ്: എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ പെർമനൻ്റായിട്ടുള്ള, സ്ഥിരമായിട്ടുള്ള വാസസ്ഥലം ഇവിടെ അല്ല, ഈ ഭൂമിയിലല്ല. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലാണ് നിങ്ങൾക്കുള്ള പാർപ്പിടം. അതേ പ്രിയരെ, ഇന്നീ മെസ്സേജ് കേൾക്കുമ്പോൾ ആ ആദ്യ പ്രത്യാശയിലേക്കൊന്ന് മടങ്ങി വരുവാൻ, നമ്മുടെ ഹൃദയത്തെ ദൈവവചനത്തിന് മുമ്പാകെ ഒന്ന് ഉറപ്പിക്കാൻ ഈ വചന സന്ദേശം നമുക്ക് കാരണമായി തീരട്ടെ. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല, ഇവിടെ നമുക്ക് സ്വന്തമെന്ന് പറയാൻ ഒന്നുമില്ല. നമ്മൾ കാത്തിരിക്കുന്നത് വരുവാനുള്ളതിന് വേണ്ടിയാണ്. എത്ര നാൾ ഈ ലോകം മുൻപോട്ട് പോകുമെന്നറിയത്തില്ല. എത്ര നാൾ ഈ ലോകരാജ്യങ്ങളെല്ലാം സമാധാനത്തോടെ മുൻപോട്ട് പോകുമെന്നറിയത്തില്ല. എല്ലാ സംഭവങ്ങളും വിളിച്ചറിയിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവിലേക്കാണ്. എബ്രായ ലേഖനം 10:37 പറയുന്നു: ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ടേ വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല.
ദൈവത്തിൻ്റെ വചനം ഇന്നലകളുടെ ചരിത്രത്തിൽ എന്തെല്ലാം പ്രവചനങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം അക്ഷരം പ്രതി നിവൃത്തിയായിട്ടുണ്ട്. വീണ്ടും ദൈവത്തിൻ്റെ വചനം നിവൃത്തിയാകാനുള്ള പ്രവചനം യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവാണ്. ആരൊക്കെ പരിഹസിച്ചാലും ആരൊക്കെ നിന്ദിച്ചാലും ആരൊക്കെ യേശുക്രിസ്തു മടങ്ങി വരത്തില്ലെന്ന് പറഞ്ഞാലും ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ടേ വരുവാനുള്ളവൻ വരും, താമസിക്കത്തില്ല. രക്ഷിക്കപ്പെട്ട ദൈവമക്കളെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്ന ഓരോ പദപ്രയോഗങ്ങളുണ്ട്. നമ്മളെ വിശേഷിപ്പിക്കുന്ന വിശേഷണ പദങ്ങളുണ്ട്. അതിൽ ഒരു പദം നാം പ്രവാസിയാണെന്നാണ്, മറ്റൊരു വാക്ക് പരദേശിയാണെന്നാണ്. വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്കായി പഠനത്തിനായിട്ടൊക്കെ പോയിട്ടുള്ള ആളുകളുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോകുന്ന ആളുകൾ അവിടെ സ്ഥിരവാസമല്ല. അവരുടെ ജോലി കഴിയുമ്പോൾ, അവരുടെ കോൺട്രാക്റ്റ് കഴിയുമ്പോൾ അവരത് ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വരികയാണ്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പ്രവാസികൾ നമ്മുടെ കേരളത്തിൽ നിന്ന് അന്യരാജ്യങ്ങളിലേക്ക് പോയിട്ടുണ്ട്, അന്യദേശങ്ങളിലേക്ക് പോയിട്ടുണ്ട്. അവർ പ്രവാസികളാണ്. അവർ ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലം അവർക്ക് എന്നേക്കും ജീവിക്കാൻ വേണ്ടിയുള്ളതല്ല, മരണം വരെ ജീവിക്കാൻ വേണ്ടിയുള്ളതല്ല. അവരുടെ കോൺട്രാക്റ്റ് കഴിയുമ്പോൾ തിരിച്ച് അവരുടെ സ്വന്തം ജന്മസ്ഥലത്തേക്ക് മടങ്ങി വരണം. ഇതുപോലെയാണ് ഓരോ ദൈവവൈതലിനെക്കുറിച്ചും ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഞാനും നിങ്ങളും പ്രവാസികളാണ്. ഇവിടെ നല്ല വാഹനത്തിൽ നമ്മളൊരു പക്ഷേ യാത്ര ചെയ്തേക്കാം, നല്ല സാഹചര്യങ്ങൾ നമുക്കുണ്ടായിരിക്കാം. പക്ഷെ ഓർത്തോണം, നമ്മൾ പ്രവാസിയാണ്, നമ്മൾ പരദേശിയാണ്. 1 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നു, പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പ്രവാസികൾ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള, പരദേശികളാണെന്ന് ബോധ്യമുള്ള വ്യക്തികൾ, മനുഷ്യർ അനുഷ്ഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. ഇവിടെ വിശേഷിപ്പിക്കുന്ന 2 പദങ്ങൾ പ്രവാസികൾ, പരദേശികൾ. അതേ പ്രിയരെ, നാം പ്രവാസികളാണ്, നാം പരദേശികളാണ്. പഴയ നിയമത്തിലെ വിശ്വാസികളുടെ പിതാവെന്ന് അറിയപ്പെടുന്ന അബ്രഹാം ദൈവത്തിൻ്റെ വിളി കേട്ട് വിശ്വനാഗരികതയുടെ കളിത്തൊട്ടിലായ പ്രാചീന മെസൊപ്പൊട്ടോമിയയിൽ നിന്ന് ഹോമവിഗ്രഹങ്ങളെ ആരായിച്ചുകൊണ്ടിരുന്ന തേരഹിൻ്റെ മകനായ അബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതിരിക്കുന്ന രംഗം ഉൽപ്പത്തിയിൽ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തെക്കുറിച്ച് എബ്രായ ലേഖനകാരൻ എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെ, എബ്രായർ 11:8 തൊട്ട് ഉള്ള വാക്യങ്ങൾ ഇങ്ങനെ: വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നുവെന്നറിയാതെ പുറപ്പെട്ടു. അടുത്ത പദം, വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരന്യദേശത്തെന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തു. 10-ാം വാക്യം, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. അബ്രഹാം കാത്തിരുന്നത് എന്തിനാ? ദൈവം ശില്പിയായി നിർമ്മിച്ച, ദൈവം അടിസ്ഥാനമിട്ട, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. അബ്രഹാം കാത്തിരുന്ന പോലെ നാമും കാത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടി? നിത്യരാജ്യത്തിനു വേണ്ടി, സ്വർഗരാജ്യത്തിനു വേണ്ടി നാം കാത്തിരിക്കുകയാണ്. പഴയ നിയമത്തിലെ വിശ്വാസവീരന്മാരുടെ പട്ടിക നിരത്തുമ്പോൾ 13-ാം വാക്യത്തിനകത്ത് പറയുന്നു, ഇവർ എല്ലാവരും വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ച് ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസത്താൽ മരിച്ചു. പഴയ നിയമഭക്തന്മാരെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവരന്യരാണ്, പരദേശികളാണെന്ന് അവർ സ്വയമായിട്ട് വിശ്വസിച്ചു, അവരത് ഏറ്റുപറഞ്ഞു. അതേ പ്രിയരെ, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്കൊരു ബോധ്യമുണ്ടായിരിക്കണം, ഞാൻ അന്യരാ, പരദേശികളാണ്. അനേക വാഗ്ദത്തങ്ങൾ ദൈവം തന്ന കൂട്ടത്തിൽ ഭൗമികമായ അനേക പ്രോമിസുകൾ ദൈവം നിവർത്തിയിരിക്കുമ്പോഴെല്ലാം ഓർത്തോണം, ഞാൻ അന്യരാ, ഈ ലോകത്ത് ഞാൻ അന്യനാ, പരദേശിയാ, പ്രവാസിയാണ് ഞാൻ. 119-ാം സങ്കീർത്തനത്തിൻ്റെ 54-ാം വാക്യം, ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിൻ്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനമാകുന്നു. അപ്പം നമ്മൾ ആരാ?
പരദേശികളാണ്. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നു, കൂടാരമായ ഞങ്ങളുടെ ഭൗമിക ഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. അതേ പ്രിയരെ, ഈ ശരീരമൊരു കൂടാണ്. ഈ ശരീരമെന്ന ഈ താൽക്കാലിക ഭൗമഭവനം അഴിയും, ഒരു ദിവസം അഴിയും. പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നു, കൈപ്പണിയല്ലാത്ത നിത്യഭവനം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അതെ, നാം ഈ ലോകത്തിൽ താൽക്കാലികരാണ്, പ്രവാസികളാണ്, പരദേശികളാണ്. ഭൂമിയുടെ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ നൈമിഷികതയെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പല വേദഭാഗങ്ങളിൽ പരാമർശിക്കുന്നു. സങ്കീർത്തനം 90:10 വായിക്കുന്നു, ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോകുകയും ചെയ്യുന്നു. അതേ പ്രിയരെ, ചിലപ്പോൾ ഈ സന്ദേശം എല്ലാവരും കേട്ടു എന്ന് വരത്തില്ല. ഇത് നിത്യമായ രാജ്യത്തിനു വേണ്ടി നിങ്ങളെ ഒരുക്കുന്ന ഒരു ദൈവവചന സന്ദേശമാണ്. നമ്മളെ തന്നെ സ്വയം പരിശോധിക്കുവാൻ, ദൈവരാജ്യത്തിനു വേണ്ടി നമ്മളെ തന്നെ ഒരുക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. മോശ പറയുകയാണ്, ഏറെയായാൽ 80. 80-ാം വയസ്സിൻ്റെ പ്രതാപമെന്ന് പറഞ്ഞാൽ അത് പ്രയാസവും ദുഃഖവുമാണ്. അത് വേഗം തീരും, ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യും. ഒന്ന് ചിന്തിച്ച് നോക്കി, ഇപ്പോൾ എത്ര വയസ്സായി? എന്തു പെട്ടെന്നല്ലേ പ്രായമാകുന്നത്, എന്തു പെട്ടെന്നല്ലേ വാർദ്ധക്യത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം കൂടെ മരണത്തോടോ ഒരു ദിവസം കൂടെ കർത്താവിൻ്റെ വരവിനോടോ നമ്മൾ അടുത്തിരിക്കുകയാണ്. അതാ പറഞ്ഞത്, അത് വേഗം തീരും. ഈ ഭൂമിയിലെ ആയുസ് വേഗം തീരും, നമ്മൾ പറന്നു പോകും. മനുഷ്യജീവിതത്തിൻ്റെ നൈമിഷികതയെക്കുറിച്ച് പത്രോസ് പറയുന്നു. 1 പത്രോസ് 1:24, സകല ജഡവും പുല്ലുപോലെയും അതിൻ്റെ ഭംഗിയെല്ലാം പുല്ലിൻ്റെ പൂ പോലെയുമാകുന്നു. പുല്ല് വാടി, പൂ ഉതിർന്നുപോയി. 102-ാം സങ്കീർത്തനത്തിൻ്റെ 11-ാം വാക്യം, എൻ്റെ ആയുസ് ചാഞ്ഞു പോകുന്ന നിഴൽ പോലെയാകുന്നു, ഞാൻ പുല്ലുപോലെ ഉണങ്ങിപ്പോകും. അപ്പം മനുഷ്യ ജീവിതം ക്ഷണികമാണെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. 2, നാം പാർക്കുന്ന ഈ ഭൂമിയുടെ നൈമിഷിക അവസ്ഥയെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഈ ഭൂമി എന്തിനായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു? 2 പത്രോസിൻ്റെ ലേഖനം, അതിൽ അപ്പോസ്തലനായ പത്രോസ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം 3-ാം അധ്യായത്തിൻ്റെ 5 തൊട്ട് 7 വരെയുള്ള വാക്യത്തിൽ വായിക്കുന്നു. ആകാശവും വെള്ളത്തിൽ നിന്ന് വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിൻ്റെ വചനത്താൽ ഉണ്ടായെന്നും അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്താൽ മുങ്ങി നശിച്ചുവെന്നും. അടുത്ത വാക്യം, ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീയ്ക്കായി സൂക്ഷിച്ചു, ന്യായവതിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നുവെന്ന് അവർ മനസ്സോടെ മറന്നു കളയുന്നു. അപ്പോൾ നോഹയുടെ കാലത്തുണ്ടായിരുന്ന ഭൂമി ജലപ്രളയത്താൽ നശിച്ചു. എന്നാൽ ഇപ്പോഴുള്ള ഭൂമി എന്തിനായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു? ബൈബിൾ പറയുന്നു, തെറ്റുപറ്റാത്ത ദൈവത്തിൻ്റെ വചനം പറയുന്നു, 2 പത്രോസ് 3:7, ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീയ്ക്കായിട്ട് സൂക്ഷിച്ചിരിക്കുക. യെസ്, ഈ ഭൂമി തീയ്ക്കായിട്ട് സൂക്ഷിച്ചിരിക്കുക. കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ എല്ലാം വിളിച്ചറിയിക്കുന്നു. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരുന്നു. വെളിപ്പാട് 20:11, ഞാൻ വലിയൊരു വെള്ളസിംഹാസനം അതിൽ ഒരുത്തൻ ഇരിക്കുന്നത് കണ്ടു. അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. ഭാവിയിൽ സംഭവിക്കാനുള്ള കാര്യത്തെക്കുറിച്ച് യോഹന്നാന് വെളിപ്പാടുണ്ടായി. വെളിപ്പാട് 20:11 പറയുക, ആകാശവും ഭൂമിയും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോയെന്ന്, പിന്നെ അവയെ കണ്ടില്ലെന്ന്. എന്നാൽ 21-ാം അധ്യായം വരുമ്പോൾ 1-ാം വാക്യത്തിൽ വായിക്കുക, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രം ഇനിയില്ല. അതേ പ്രിയരെ, പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല. ഈ ഭൂമി തീയ്ക്കായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു. ഈ ഭൂമി ഒഴിഞ്ഞു പോകും. യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ പറയുന്നത്, ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും.
ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കും. തയ്യാറാണോ? ഒരുങ്ങിയിട്ടുണ്ടോ? തന്നെത്താൻ ഒരുക്കിയിട്ടുണ്ടോ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം മടങ്ങി വരവിന് വേണ്ടി? ഫിലിപ്പ് ലേഖനം 3:20 പറയുന്നു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. ഇവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവ്, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവ് വരുമെന്ന് നാം കാത്തിരിക്കുന്നു. നമ്മൾ സ്വർഗീയ പൗരന്മാരാണ്. സ്വർഗസ്ഥലങ്ങളിൽ നമ്മളെ ഇരുത്തിയിരിക്കുക. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാം അവനോടുകൂടെ തേജസ്സിൽ എടുക്കപ്പെടുമെന്ന് ബൈബിൾ പറയുന്നു. ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന നാം ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് ചിന്തിപ്പീനെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അതുകൊണ്ട് എന്തു ചെയ്യണം? നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കണം. ജീവിതത്തിലുള്ള എന്തെങ്കിലും പിന്മാറ്റത്തിൻ്റെ അവസ്ഥകളുണ്ടെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ശുദ്ധീകരണത്തോടെ ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. 1 പത്രോസ് 4:7 പറയുന്നു, എന്നാൽ എല്ലാത്തിൻ്റെ അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിപ്പീൻ. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായി തീരണമെന്ന് വചനം പറയുക. എന്താ കാര്യം? എല്ലാറ്റിൻ്റെ അവസാനം വന്നിരിക്കുക, തീരാറായി. ഇനിയും എത്രയും കാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. 1 പത്രോസ് 4:8 സകലത്തിനു മുമ്പേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിക്കും. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല. പുതിയ നിയമത്തിൻ്റെ ലേഖനങ്ങളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ, പഴയ നിയമത്തിലെ ദൈവവചന ഭാഗങ്ങളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ, യേശു കർത്താവ് തൻ്റെ തിരുവായി മൊഴിഞ്ഞ് സുവിശേഷങ്ങളിലുള്ള വാക്യങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്: അധിക നാൾ കാര്യങ്ങളിങ്ങനെ പോയില്ല. യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് വാതിക്കലെത്തി നിൽക്കുകയാണ്. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായി തീരാൻ, നിർമ്മതരായി തീരാൻ, ആരെ വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞ് കഴിയുമെങ്കിൽ വ്രതന്മാരെയും തെറ്റിക്കുവാൻ, പിശാചൂടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടാതിരിപ്പാൻ, ഭയത്തോടെ ഭക്തിയോടെ ദൈവസ്നേഹത്തിൽ നമുക്ക് ഈ അവസാന കാലഘട്ടത്തിൽ ജീവിക്കാം. ഏറ്റവും അടുത്തിരിക്കുകയാണ്. വരുവാനുള്ളതിനു വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. നമ്മൾ വിശ്വസിക്കുന്നു, നമ്മൾ പ്രത്യാശിക്കുന്നു. നമുക്ക് ഇവിടെ നിലനിൽക്കുന്ന നഗരമില്ല, വരുവാനുള്ളതിനത്രേ നാം അന്വേഷിക്കുന്നത്. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നമ്മുടെ ശ്രദ്ധ എവിടെയെങ്കിലും മാറിപ്പോയിട്ടുണ്ടോ? യേശുക്രിസ്തുവിനെ അറിഞ്ഞ ദിവസത്തെ, സ്നാനപ്പെട്ട ആ ദിവസങ്ങളിലൊക്കെ എന്തൊരു തീഷ്ണതയായിരുന്നു, എന്തൊരു ഉണർവായിരുന്നു. എന്നാൽ ദൈവം നൽകിയ ദർശനത്തെ മങ്ങിപ്പിക്കുന്ന ലോകത്തിൻ്റെ ചിന്തകൾ നമ്മുടെ ഉള്ളിൽ കയറിയിട്ടുണ്ടോ? ഈ ദൈവത്തിൻ്റെ വചനം നമ്മളെ തിരുത്തട്ടെ. ആദ്യ സ്നേഹത്തിലേക്ക്, ആദ്യ വിശ്വാസത്തിലേക്ക്, പ്രത്യാശയിലേക്ക് മടങ്ങി വരുവാൻ സ്വർഗം നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് നിലനിൽക്കുന്ന നഗരമില്ലെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കൂടാരമായ ഞങ്ങളുടെ ഈ ഭൗമ ഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പടിയല്ലാത്ത നിത്യഭവനം, ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അങ്ങിരിക്കുന്ന സ്ഥലത്ത് ഞങ്ങളെ ഇരുത്താമെന്നുള്ള വാഗ്ദത്തത്തിനായി നന്ദി പറയുന്നു. ഈ ലോകത്തിലുള്ളതൊന്നും ക്രിസ്തുയേശുവിങ്കിൽ നിന്ന് ഞങ്ങളെ അകറ്റില്ലെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവേ, അങ്ങയുടെ വരവിനായി ഞങ്ങളെ ഒരുക്കണമേ. ശബ്ദം കേൾക്കുന്ന സകല വ്യക്തികളെ അതിനുവേണ്ടി ഒരുക്കണമേ. പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായി, നിർമ്മതരായി ഈ അന്ത്യകാലഘട്ടത്തിൽ വിശുദ്ധിയോടെ വേർപാടെ നിൽപ്പാൻ നിന്റെ ജനത്തെ അവിടുന്ന് ഒരുക്കണമേ. ഒരുമിച്ച് അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ. ആമേൻ.